മാറാത്തത് മാറും എന്നായിരുന്നല്ലോ ബി ജെ പിയുടെ പ്രചരണ മുദ്രാവാക്യം. കൊച്ചു കേരളത്തിൽ മാറാത്തത് ഒന്നുമില്ല, മാറിയില്ല. യു ഡി എഫ് വന്നു, എൽ ഡി എഫ് പോയി, അല്ലെങ്കിൽ എൽ ഡി എഫ് വന്നു, യു ഡി എഫ് പോയി, അത് തുടരുന്നു. ബി ജെ പി സ്ഥിതി മെച്ചപ്പെടുത്തി. പക്ഷേ അങ്ങകലെ ബംഗാളിൽ മാറില്ല എന്ന് വിചാരിച്ചത് മാറിയിരിക്കുന്നു. എ ബിഗ് സല്യൂട്ട് ടു ബി ജെ പി ഫോർ ബ്രിങ്ങിങ് ചേഞ്ച്. ആ ചേഞ്ച് കൊണ്ടുവന്ന രീതിയോടെ ചില വിയോജിപ്പുകൾ പലർക്കും ഉണ്ടാവാം. പക്ഷേ മാറാത്തത് മാറിയിരിക്കുന്നു ബംഗാളിൽ. ഒരിക്കലും ഇടതുപക്ഷം മാറില്ല എന്ന് വിചാരിച്ചു, ബംഗാളികൾ മാറ്റി. ഇടതുപക്ഷത്തിന് അഡ്രസ് ഇല്ലാത്ത രീതിയിൽ മാറ്റി മമതയെ കൊണ്ടുവന്നു 15 വർഷം മുൻപ്. ഇപ്പോൾ മമത ഒരിക്കലും മാറില്ല എന്ന ചിന്തയുണ്ടായി, മമതയും മാറിയിരിക്കുന്നു. ഒരു പാരഡൈമും ആത്യന്തികമായി അതുപോലെ നിലനിൽക്കില്ല. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം. ആ മാറ്റം ബംഗാളിൽ സംഭവിച്ചു. ബംഗാളിലെ പ്രോസസ് എന്താണ്, ഔട്ട്കം എന്താണ്? പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. സുവേന്ദു അധികാരി എന്ന മുഖ്യമന്ത്രി. ഇതം പ്രഥമമായി ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ബംഗാൾ സംസ്ഥാനത്തെ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അതൊരു വലിയ മാറ്റമാണ്. എന്താണ് മാറ്റം? ന്യൂനപക്ഷങ്ങൾക്ക് 27 മുതൽ 30% വരെ പിന്തുണയുള്ള ബി ജെ പിക്ക് ഒരു രീതിയിലും ന്യൂനപക്ഷത്തേക്ക് കടന്നു കയറാനാവില്ല എന്ന് കരുതിയ ഒരു സംസ്ഥാനം, അവിടെ മുസ്ലിം പിന്തുണ കാര്യമായി ഇല്ലാതെ തന്നെ ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ഉപരിപ്ലവമായ അനാലിസിസ് മാത്രമാണ്. പക്ഷേ കുറച്ചുകൂടെ ആഴത്തിലേക്ക് കിടക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മമതയുടെ ധാർഷ്ട്യം, ധിക്കാരം, എളിയ ജീവിതം നയിക്കുന്ന മമത, വെള്ളസാരി ഉടുക്കുന്ന, വെള്ളച്ചെരുപ്പ്, പ്ലാസ്റ്റിക് ചെരുപ്പ്, അല്ലെങ്കിൽ വെറും സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണ വീട്ടിൽ, തൻ്റെ 2 മുറി ബംഗ്ലാവിൽ അല്ലെങ്കിൽ 2 മുറി കൊച്ചു വീട്ടിൽ താമസിക്കുന്ന, എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിക്കുന്ന മമത വേഴ്സസ് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ആർഭാടത്തോടെ ജീവിക്കുന്ന മന്ത്രിമാർ. ഈ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഒരു വെറും PR എക്സസൈസ് മാത്രമല്ലേ ഈ ഒരു ലാളിത്യമൊക്കെ മമതയുടെ? അത് മാത്രമല്ല, മമതയുടെ ഹിസ്റ്ററിയോണിക്സ് വലിയ വലിയ രാഷ്ട്രീയ നാടകങ്ങളാണ്, ഹൈ വോൾട്ടേജ് ഡ്രാമയാണ്. ഇതൊക്കെ ജനം കണ്ടു മടുത്തു. കുറച്ചുകൂടി വ്യക്തതയുള്ള, കൃത്യതയുള്ള നിലപാടുകളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വരുന്നു. പലരും പറയും അതിന് വർഗീയ പരിപ്രേക്ഷ്യമാണുള്ളതെന്ന്, ചിലർ പറയും വികസനത്തിൻ്റെ ഒരു മേലങ്കി ധരിച്ചിട്ടുണ്ട് എന്ന്. എന്തായാലും ബംഗാൾ ജനത സുവേന്ദു അധികാരിയെ നെഞ്ചിലേറ്റി, ബി ജെ പിയെ നെഞ്ചിലേറ്റി. കേവലം 3 സീറ്റ് മാത്രമായിരുന്നു ബി ജെ പിക്ക് 2016 ഉണ്ടായിരുന്നത്. അവിടെ നിന്നുമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുമായി വൻപൻ വരവാണ് അറിയിച്ചത്. ജയിക്കുമെന്ന പ്രതീതി പോലും ഉണ്ടായി. 20% വോട്ട് ഷെയർ ഉണ്ടായിരുന്നപ്പോഴും 3 സീറ്റേ ലഭിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വൻപൻ മുന്നേറ്റം 77 നിന്നും 207 വർദ്ധിച്ചത് ബി ജെ പിയുടെ സീറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വൻപൻ മുന്നേറ്റമല്ല. ഈ കോട്ടകൾ തന്നെ കാട്ടപ്പുഴക്കി എറിഞ്ഞുകൊണ്ട്, തൃണമൂൽ കോൺഗ്രസിൻ്റെ കോട്ടകളെ നിലംപരിശാക്കിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേടിയതിന് സമാനമായ നമ്പേഴ്സ് നേടി ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ എന്തായിരിക്കാം ജനങ്ങളെ ഉദ്ദീപിപ്പിച്ച ഫാക്ടർ? അവിടെയാണ് പേഴ്സണാലിറ്റി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ. മമതയുടെ കൂടെ നിഴലായി നിന്ന നന്ദിഗ്രാം സിംഗ്രൂർ പോരാട്ടത്തിൽ, അതൊരു തരത്തിൽ പറഞ്ഞാൽ കോർപ്പറേറ്റ് വിരുദ്ധ പോരാട്ടമാണ്. ക്രോണി ക്യാപിറ്റലിസത്തിനെതിരെ, ചങ്ങാത്ത മുതലാളിത്തത്തിനെതിരെയുള്ള മമതാ ബാനർജിയുടെ യുദ്ധപ്രഖ്യാപനമായിരുന്നു നന്ദിഗ്രാമിലും സിംഗ്രൂരിലും. പാവങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് കെമിക്കൽ ഹബിന്, ഓട്ടോമൊബൈൽ ഹബിന് സ്ഥലമുണ്ടാക്കി കൊടുക്കാൻ ഗവൺമെൻറ് കാട്ടി, ഇടതുപക്ഷ ഗവൺമെൻറ്, ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ ഗവൺമെൻറ് കാട്ടിയ വ്യഗ്രത ജനമനസ്സിൽ തുറന്നു കാണിച്ച മമതയോടൊപ്പം ചേർന്ന് നിന്ന സുവേന്ദു അധികാരി തന്നെയാണ് മമതയുടെ അന്തകനായത്. സുവേന്ദുവിനൊരു കോൺഗ്രസ് പാരമ്പര്യമാണുള്ള, കോൺഗ്രസിൻ്റെ ഒരു ലോക്കൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ഒരു കോൺഗ്രസ് മുൻ മന്ത്രിയുടെ, കേന്ദ്രത്തിൽ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ് സുവേന്ദു അധികാരിയുടെ പിതാവ്. സുവേന്ദു അധികാരി ചെറുപ്പത്തിൽ മമതയോടൊപ്പം കൂടി തൃണമൂൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ തൃണമൂലിനോടൊപ്പം കൂടി തൃണമൂലിൻ്റെ MLA യും MP ഒക്കെ ആയി മാറി. അവസാനം തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായി, ഭാവി മുഖമായി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ കൊണ്ടുവന്നപ്പോൾ സംഭവങ്ങൾ മാറി. കെ കരുണാകരൻ്റെ പിൻഗാമിയായി സ്വന്തം മകൻ കെ മുരളീധരനെ കൊണ്ടുവന്നപ്പോൾ രമേശ് ചെന്നിത്തല പരിഭവിച്ച് അല്പം മാറി നിന്ന് തിരുത്തൽവാദിയായത് സമാനമായ രീതിയിൽ. അല്ലെങ്കിൽ പലപ്പോഴും
ഈ മകനെ കൊണ്ടുവരുമ്പോഴാണല്ലോ പലരും പിണങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെയും ഉണ്ടായി. മകനല്ല, അനന്തരവൻ. മമതാ ബാനർജി വിവാഹിതയല്ല, സിംഗിളാണ്. അനന്തരവനെ കൊണ്ടുവന്നപ്പോൾ സുവേന്ദു അധികാരി കളം മാറി ചവിട്ടി. മമതാ ബാനർജി സുവേന്ദുവിനെ പരാജയപ്പെടുത്താൻ സിംഗ് റോഡിൽ നന്ദിഗ്രാമിൽ പോയി മത്സരിച്ചു. പക്ഷെ മമതയ്ക്ക് പരാജയമായിരുന്നു ഫലം. ഇപ്രാവശ്യം തിരിച്ച് മമതയുടെ ഭവാനിപ്പൂർ മണ്ഡലത്തിൽ വന്ന് സുവേന്ദു അധികാരി ജയന്റ് കില്ലറായി മാറി, മമതയെ നിലംപരിച്ചാക്കി. മമത റിസൾട്ട് ചെയ്തു നിന്നുവെങ്കിൽ പോലും, പരാജയം അംഗീകരിച്ചില്ല എങ്കിൽ പോലും പരാജയമല്ലേ. ഞാനിപ്പോഴും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിയമസഭ പിരിച്ചുവിട്ട് കഴിഞ്ഞു. എന്ത് കാര്യം? ജനവിധിയെ അംഗീകരിക്കുക. മറ്റു കാര്യങ്ങൾ കോടതിയിൽ കാണാവുന്നതേ ഉള്ളൂ. ഇനി വോട്ട് അട്ടിമറിച്ചതാണോ, കള്ളവോട്ട് ചെയ്തതാണോ, വോട്ടേഴ്സ് മെഷീനിൽ ടാമ്പറിങ് നടത്തിയതാണോ, SIR-ലൂടെ വിട്ടുനിരത്തപ്പെട്ടത് മുഴുവൻ മമതയുടെ വോട്ടർമാരാണോ, അതൊക്കെ മറ്റ് ഡിബേറ്റുകളാണ്. ഞാൻ ആ ഡിബേറ്റിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ജനവിധി ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാത്രമാണ് വിലയിരുത്തുന്നത്. സുവേന്ദു അധികാരി BJPയുടെ ഉന്നത ശ്രേണിയിൽ പെട്ടെന്ന് എത്തുകയാണ്. അവിടെയാണ് BJPയുടെ മിടുക്ക്. ചില മുഖങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നാൽ താരതമ്യേന ചെറുപ്പമായി, ഇപ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സുണ്ട്, ചെറുപ്പമൊന്നും പറയാനാവില്ല, പക്ഷെ താരതമ്യേന ജൂനിയറായ നിതിൻ നബീനെ BJPയുടെ ദേശീയ പ്രസിഡന്റാക്കി മാറ്റി. താരതമ്യേന ജൂനിയറായിരുന്ന മോദിയെ BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് മാറ്റി. ഗുജറാത്തിൽ മോദി പിന്നീട് നടത്തിയത് മുഴുവൻ സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ ഗ്രാഫാണ് മോദിയുടേത്. പിന്നീട് വീണ്ടും 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 ഗുജറാത്തിൽ ജയിച്ചു വരുന്നു. പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും 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 3-ാം തവണ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്നു. അപ്പം ചില നീക്കങ്ങളൊക്കെ, തന്ത്രപരമായ ചില നീക്കങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ചില തന്ത്രപരമായ നീക്കങ്ങൾ, അതിനേക്കാൾ വലിയ സമയത്ത് ഭട്ടാചാര്യ ഒക്കെ നേതാക്കളായി ബംഗാളിൽ ഉണ്ടായിരിക്കെ തന്നെ BJPയിൽ ജൂനിയറായ, BJPയിലേക്ക് വൈകിയെത്തിയ മമതാ ബാനർജിയുടെ നെമിസിസായ സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചത് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, ബംഗാളിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്നത് ഈ വർഗീയതയ്ക്കും വംശീയതയ്ക്കും ഒന്നുമല്ല, മറിച്ച് ബംഗാളിലെ ഒരു സാഹിത്യ ലോബിയുണ്ട്. അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, പുരോഗമനവാദികൾ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ വലിയ കല, സാഹിത്യം, സാംസ്കാരികം, വലിയ വലിയ നേതാക്കൾ, പല രംഗത്തുമുള്ള നേതാക്കൾ മുൻകാലങ്ങളിൽ ബംഗാളിൽ നിന്ന് വന്നത്. അതുപോലെ വലിയ നേതാക്കൾ ഇപ്പോൾ കടന്നു വരുന്നില്ല, ബംഗാൾ മാറിയിരിക്കുന്നു. പക്ഷെ ബംഗാളിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഭദ്രലോക് എന്ന ഒരു വിഭാഗമുണ്ട്. അവരൊരു ജാതിയോ മതമോ ഒന്നുമല്ല, പക്ഷെ ഒരു ബംഗാളിലെ മൂവേഴ്സ് ആൻഡ് ഷെയ്ക്കേഴ്സാണ്. അവരുടെ ഉൾപ്പെടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ലെജിറ്റിമേറ്റ് ഒരു ഭരണകൂടത്തെ നയിക്കാനാവൂ. അവിടെയാണ് സുവേന്ദു അധികാരിയുടെ ഒരു റോൾ വരുന്നത്. ഈ പറയുന്ന ഭദ്രലോക്, ദേ ത്രോ ദ ലോട്ട് ബിഹൈൻഡ് സുവേന്ദു അധികാരി ആൻഡ് ഭാരതീയ ജനതാ പാർട്ടി ദിസ് ടൈം. അപ്പം മമതയുടെ പിന്നിലായിരുന്നു അവർ, ആദ്യം ഇടതുപക്ഷത്തിന് പിന്നിലായിരുന്നു, അതിനു മുമ്പ് അവർ കോൺഗ്രസ് ബാൻഡ് വാഗണിലായിരുന്നു. മാറി 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 വരുന്ന ഭദ്രലോകിൻ്റെ ചിന്ത, ബംഗാളിനെ ഭദ്രമാക്കാനുള്ള ഒരു ചിന്താസരണി. അപ്പോൾ BJP അധികാരമേൽപ്പിച്ചു. ഇനി എന്താണ് BJP, എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പോൾ ഗുണ്ടാരാജാണ്, ജംഗിൾ രാജ് എന്നോ ഗുണ്ടാരാജ് എന്നോ ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. രണ്ട് വിഭാഗവും, BJPയെ പിന്തുണയ്ക്കുന്നവരും തൃണമൂലിനെ പിന്തുണയ്ക്കുന്നവരും ഹൈ ഹാൻഡഡ്നെസ് ആണ് ബംഗാളിൽ തെരുവുകളിൽ പോരാടുകയാണ്. അപ്പോൾ വലിയൊരു പങ്ക് തൃണമൂലിലെ ഗുണ്ടാകൾ, മുൻപ് ഇടതുപക്ഷത്തെ ഗുണ്ടാകൾ തൃണമൂലിലേക്ക് വന്നതുപോലെ വിജയോടൊപ്പം ചേരുന്ന ഒരു പതിവുണ്ട്. ഗുണ്ടാകൾ, അത് പോലീസാണെങ്കിലും, ഗുണ്ടകൾക്കെതിരെ നിൽക്കുന്ന പോലീസിലാണെങ്കിലും അങ്ങനല്ലേ. പോലീസ് സേനയിൽ എന്താണ് രാഷ്ട്രീയം? ഒന്നുമില്ല, ഒരു രാഷ്ട്രീയവുമില്ല. ഭരണപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് പോലീസിൻ്റെ രാഷ്ട്രീയം എന്ന് പറയേണ്ടി വരും. പോലീസിന് രാഷ്ട്രീയമില്ല പ്രകടമായി. പക്ഷേ ആരാണ് പോലീസ് സംഘടന? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ അനുകൂലമായിട്ട് അങ്ങ് നിൽക്കും. കോൺഗ്രസും UDFും ഭരിക്കുമ്പോൾ UDF അതേ സംഘടന UDF അനുകൂലമായ നിലപാടിലേക്ക് അങ്ങ് നീങ്ങും. അവർക്കതേ പറ്റൂ. അതുപോലെയാണ് പലപ്പോഴും ഗുണ്ടാ സംഘങ്ങളും പെരുമാറുന്നത്. ബംഗാളിലെ ഗുണ്ടാ സംഘങ്ങളും അതുപോലെയാണ്. അപ്പം മമത ഫോളോ ചെയ്ത അതേ മാർഗം തന്നെയാണ് BJP. അടിച്ചൊതുക്കുക, എതിർപ്പിൻ്റെ സ്വരങ്ങളെയെല്ലാം കായികമായി മർദ്ദിച്ചൊതുക്കുക. ഇതാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ബംഗാളി ജനത പ്രബുദ്ധരാണ്. മമതയുടെ നേർവാഴ്ചക്കെതിരെയുള്ള വോട്ട് കൂടിയായിരുന്നു BJPക്ക് അനുകൂലമായി ലഭിച്ച വോട്ട്. വർഗീയ വോട്ട് എന്നൊന്നും പറഞ്ഞ് തുച്ഛീകരിച്ച് കാണേണ്ട കാര്യമില്ല. മമതയുടെ ഒരു പോക്കിനെതിരെയുള്ള, ധാർഷ്ട്യത്തിനെതിരെയുള്ള, അല്ലെങ്കിൽ ഈ നാടകീയതയ്ക്കെതിരെയുള്ള ഒരു വോട്ട് കൂടിയായിരുന്നു. അതേ വഴിയിൽ തന്നെയാണോ BJP ബംഗാളിൽ സഞ്ചരിക്കുന്നത്? അങ്ങനെ ആവരുത്. പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടാൻ കഴിയുമോ? ബംഗാളിലെ ഏതെങ്കിലും ഒരു BJP MLA മുസ്ലിമാണോ? 27 മുതൽ 30% വരെ ജനസംഖ്യയുള്ള BJP മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു
അംഗം പോലും മന്ത്രിസഭയിൽ എത്താതെ ഇരുന്നാൽ എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്? ഇത് മതവും ജാതിയും നോക്കിയല്ല മന്ത്രിമാരെ എടുക്കേണ്ടതെന്ന് പൊതുവെ പറയാമെങ്കിലും എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഗവൺമെൻറ് ഇസ് എ ഗവൺമെൻറ് ഫോർ ഓൾ. ഒരു വിഭാഗത്തിൻ്റെ ഗവൺമെൻറ് അല്ല, ഭൂരിപക്ഷത്തിൻ്റെ ഗവൺമെൻറ് അല്ല, പക്ഷെ എല്ലാവരുടെയും ഗവൺമെൻറ്റാണ് എന്ന ഒരു തോന്നൽ ലഭിക്കത്തക്ക രീതിയിൽ ഒരു വിതരണ പ്രക്രിയ, ഒരു പൊളിറ്റിക്കൽ റിസോഴ്സസിൻ്റെ വിതരണം അവിടെ നടക്കുന്നുണ്ടോ ബംഗാളിൽ? അത് ചോദ്യമാണ്. മാത്രമല്ല അയൽ സംസ്ഥാനമാണ്, അതിർത്തി ജില്ലകളാണ്, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി ടാക്റ്റിക്കലായി ബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ കരുതേണ്ടതുണ്ട്, ന്യൂനപക്ഷങ്ങളോട് സംവദിക്കേണ്ടതുണ്ട്. ആ ഒരു ഡയലോഗ്, ആ സോഷ്യൽ ഡയലോഗ് ഗവൺമെൻറ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബംഗാളിൽ ഏത് തരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി, ഭദ്രത അട്ടിമറിക്കുന്ന രീതിയിൽ ഒരു തീരുമാനവും ഗവൺമെൻറ് എടുക്കാതെ ഇരിക്കട്ടെ എന്നതുമായി ചേർന്ന് പ്രവർത്തിച്ച് ഡബിൾ എൻജിൻ്റെ എല്ലാ പ്രയോജനവും ലഭിക്കട്ടെ. അതിനെന്താ കുഴപ്പം? BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ, റൈറ്റേഴ്സ് ബംഗ്ലാവിൽ, കൽക്കട്ടയിൽ അധികാരത്തിൽ, ഡബിൾ എൻജിൻ്റെ പ്രയോജനം ലഭിച്ചാൽ ബംഗാളിൽ നന്മ വരും, ബംഗാളിന് വേണ്ടി. കാരണം ഇന്ത്യയുടെ ഈ ബീമാരു സ്റ്റേറ്റിൽ ഒന്ന് തന്നെയാണ് ബംഗാൾ, അല്ലേ? ബീമാരുവിനകത്ത് ബംഗാൾ ഇല്ല എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ രോഗാതുരമായ ഒരു സമ്പദ്വ്യവസ്ഥയാണ് ബംഗാളിനുള്ളത്. ആഭ്യന്തരമായ ഒരു ശൈഥില്യം, വ്യവസായങ്ങളുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു. ബംഗാളിൽ നിന്ന് വ്യവസായങ്ങളെല്ലാം വിട്ടുപോവുകയാണ്. ഇപ്പം വ്യവസായ സൗഹൃദമായ, പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡായ ഒരു സംസ്കാരം ബംഗാളിൽ ഉണ്ടാവണം. കലയും സംസ്കാരവും മാത്രം പോരാ, ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം. ബംഗാളികൾ അലഞ്ഞു തിരിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വലിയ തോതിൽ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കട്ടെ. ബംഗാളി ഐഡൻറ്റിറ്റി ദേശീയ ഐഡൻറ്റിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരിച്ചുപിടിക്കാൻ സഹായകരമാകുന്ന നിലപാടുകളുമായി സുവേന്ദു അധികാരി മുന്നോട്ട് പോകട്ടെ. മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് പരാജയത്തെ ആർജവത്തോടു കൂടി തന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം. ഇപ്പോഴും താൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് നടക്കരുത്. റെസ്പോൺസിബിൾ, ക്രിയേറ്റീവ്, കൺസ്ട്രക്റ്റീവ് പ്രതിപക്ഷമായി പെരുമാറാൻ കഴിയണം മമതാ ബാനർജിക്ക്. തീർച്ചയായും ജനമനസ്സുകളിൽ മമതയ്ക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട്. തിരിച്ചു വരാൻ കഴിയും. BJPയുടെ സുവേന്ദു അധികാരിയുടെ പരാജയങ്ങൾ, മന്ത്രിസഭയുടെ പുതിയ മന്ത്രിസഭയുടെ പരാജയങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിക്കാൻ മമതാ ബാനർജിക്ക് കഴിയും. അത് മാത്രമല്ല BJPക്കെതിരെയുള്ള ദേശീയ പോരാട്ടത്തിൽ താൻ പോരിമയെ മാറി നിൽക്കാതെ ഇപ്പോൾ തന്നെ DMK മാറി നിൽക്കുന്നു. DMK BJP വിരുദ്ധതയുണ്ട്, അത് അവരുടെ തമിഴ്നാട് നിലനിൽപ്പിൻ്റെയും കൂടെ ആവശ്യമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ നിന്നും DMK വിട്ടുപോയിരിക്കുന്നു. തൃണമൂൽ പുറത്തു തന്നെയാണ്, അകത്തുമല്ല പുറത്തുമല്ല എന്ന അവസ്ഥയിലാണ്. ചില കാര്യങ്ങളിൽ താത്വികമായി യോജിക്കുന്നു. എങ്ങനെയാണ് ഒരു ഫെഡറൽ വ്യവസ്ഥ നിലനിൽക്കുന്നത്? കേന്ദ്രത്തിൻ്റെ ഭരണകക്ഷിയായ BJP മിക്ക സംസ്ഥാനങ്ങളും, ബംഗാൾ ഉൾപ്പെടെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കുമ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ ഫാബ്രിക് എത്രത്തോളം ദൃഢമായിരിക്കും, എത്രത്തോളം നിലനിർത്തപ്പെടും? ആ ചോദ്യം വളരെ വലുതാണ്. അപ്പോൾ വേറിട്ട സ്വരങ്ങൾ കേൾക്കേണ്ടതുണ്ട്. സംസ്ഥാനങ്ങൾ അവകാശങ്ങൾ പറയേണ്ടതുണ്ട്. കേന്ദ്രം നൽകുന്നത് മാത്രമല്ല, സംസ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതുമായ കാര്യങ്ങളുണ്ട്. അപ്പം ബംഗാൾ അതിശക്തമായ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിച്ചിരുന്നു മമതയുടെ കാലത്ത്. ഇപ്പോൾ എല്ലാ കേന്ദ്രത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സ്പിരിറ്റ് കൂടി പരിപാലിക്കാൻ ബംഗാളി സത്വത്തിന് കഴിയണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജനവിധിയെ അംഗീകരിക്കണം, ആദരിക്കണം. മമതയുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചാപരമായ സമീപനം ഉണ്ടാകണം. കേസുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കോടതി സംവിധാനത്തിൽ അഭയം പ്രാപിക്കണം. കോടതിയുടെ വിശ്വാസ്യതയെ പോലും വെല്ലുവിളിച്ചാൽ നിയമവാഴ്ചയുമായി ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ലല്ലോ. അതുകൊണ്ട് ടേക്ക് എവറിഥിങ് വിത്ത് എ പിഞ്ച് ഓഫ് സാൾട്ട്. അതുകൊണ്ട് ബംഗാളിൽ ഒരു പുതുയുഗ പിറവി സംഭവിക്കട്ടെ എന്ന ആശംസകളോടെ ബംഗാളികൾക്ക് നല്ലത് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.